പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ചൊല്ലി പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. യെസ്, എന്തായാലും ഈശോ നമുക്ക് തന്ന ദിവസമാണ്. ഈശോ നമുക്ക് തന്ന വിലപ്പെട്ട സമയങ്ങളാണ്. ഈ സമയം വളരെ രക്ഷാകരമാക്കി നമുക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? ബൈബിൾ ഉണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വിഷയം എന്നത് ഈശോ വളരെ പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നൊരു വിഷയമാണ്. കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഓരോ വ്യക്തികളെ കേൾക്കുമ്പോഴും എന്നാൽ ആത്മീയമായിട്ട് വളർന്ന ആളുകളാണ്, എന്നാൽ അല്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെ ആളുകളെ സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് നിരാശയിലും വല്ലാത്ത തരത്തിലുള്ള ദുഃഖത്തിലും വല്ലാത്ത തരത്തിൽ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവിക മനുഷ്യരുടെ ജീവിതത്തിൽ വല്ലാത്ത രീതിയിൽ നിരാശ, ദുഃഖം, അതല്ലെങ്കിൽ അതിരുകടന്ന ആത്മഹത്യാ ചിന്ത, വിഷാദം, ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ളത് കണ്ടുവരികയാണ്. അപ്പോഴത് എന്തുകൊണ്ടാണെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. നമുക്കൊരു ഒരു ഒരു ഉത്തരം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നതിൻ്റെ ഒരു ഉത്തരം നമുക്കിന്ന് സുവിശേഷങ്ങളിലൂടെ ബൈബിളിലൂടെ കാണാം. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നെഗറ്റീവായിട്ടുള്ള നിരാശ, ദുഃഖം, ഭയം, ആത്മഹത്യാ ചിന്ത തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളിലൂടെ, ചിന്തകളിലൂടെ കടന്നുപോയ പഴയ നിയമത്തിലെ ഒരു വലിയ ഉണ്ട്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. നിരാശ, ദുഃഖം, ഭയം, ആത്മഹത്യാ ചിന്ത, എല്ലാ പ്രവാചകന്മാരും കടന്നു വരും. ഏലിയ പ്രവാചകൻ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രവാചകൻ ആരാണ്? ഈ പ്രവാചകനിലൂടെ ദൈവം അതിശക്തമായ രീതിയിൽ ഇടപെട്ട വലിയൊരു ദൈവപുരുഷനാണ് ഈ പറയുന്ന ഏലിയ പ്രവാചകൻ. ഈ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിലാണ് നിരാശ, ദുഃഖ, സങ്കടം, വിഷമം, ആത്മഹത്യാ ചിന്ത, ഭയം ഇതിലൂടെ എല്ലാം കടന്നുപോയത്. അപ്പോൾ ഇതെങ്ങനെയാണ് അല്ലേ, ഇതെങ്ങനെയാണ് ശരിയാകുന്നത് എന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനെ അതിജീവിച്ചത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയത് എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 17 തുടങ്ങിയുള്ള വചനഭാഗങ്ങൾ എല്ലാം ഞാൻ വായിക്കുന്നില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. 1 രാജാക്കന്മാർ അതിൻ്റെ 18-ാം അധ്യായം 17 തുടങ്ങിയിട്ടുള്ള വചനഭാഗങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെയാണ് വചനം തുടങ്ങുന്നത്. ഇങ്ങനെയാണ്: ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു. ഇത് ആരാ പറയുന്നത്? ഏലിയ ആരോടാണ് ഇത് പറയുന്നത്? ആഹാബ് എന്ന് പറയുന്നത് രാജാവാണ്. ആഹാബിൻ്റെ രാജാവ് എന്ന് പറയുന്ന ആഹാബിൻ്റെ ഭാര്യയുടെ പേരാണ് എന്നറിയാമോ? ജെസബൽ എന്ന് പറയും. ഈ ഭാര്യ നമ്മുടെ കർത്താവിൻ്റെ പ്രവാചകന്മാരെ ഏലിയ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കൊന്ന ഒരാളാണ്. ഈ ഏലിയായ വളരെ ശക്തമായ രീതിയിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ഈ പറയുന്ന ആഹാബിൻ്റെ ഭാര്യ, ശ്രദ്ധിച്ച് കേൾക്കണം, ആഹാബിൻ്റെ ഭാര്യ ജെസബൽ, ഈ ജെസബൽ രാജ്ഞി ഒരു ബാൽ ദേവൻ എന്ന് പറയുന്ന ഒരു ദേവൻ, ഈ ദേവൻ്റെ ഒരു ആരാധികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഭക്തന്മാരെ, കർത്താവിൻ്റെ പ്രവാചകന്മാരെ എല്ലാം ഈ രാജ്ഞി കൊന്നു. അവശേഷിക്കുന്നത് ഒരൊറ്റ പ്രവാചകനാണ്. ആ പ്രവാചകനാണ് ഏലിയ. ആ രാജ്ഞിയുടെ ഭർത്താവാണ് ആഹാബ് രാജാവ്. ഈ രാജാവും ഏലിയായും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്.
അപ്പോൾ പറയാണ്, ആഹാബ് ചോദിക്കുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത് ചെയ്തത്? അപ്പം ഉടനെ പറയുന്ന, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഞാനെല്ലാം കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാരെ അവർ ഏലിയ പറയാണ്, നീ തന്നെയാണ്. 19 വാക്യം, നീ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ പശ്ചാത്തലം? ഇത്രയും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഉടനെ തന്നെ ഈ പറയുന്ന ഏലിയ, വലിയൊരു സംഭവം നടക്കാൻ പോവാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാവാം. ഏലിയ ഉടനെ പറയാണ്, 480 പ്രവാചകന്മാർ. ആരുടെ? ബാലിൻ്റെ. 19 വചനം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ബാലിൻ്റെ 480 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ഏലിയ പ്രവാചകൻ ഈ പറയുന്ന ആഹാബ് രാജാവിനോട് പറയാണ്, കുറെ എതിര് നിൽക്കുന്ന ആ പടയ കർത്താവിൻ്റെ പ്രവാചകനായിട്ടുള്ളത് ഏലിയ മാത്രമേ ഉള്ളൂ. ബാക്കി അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 18 അധ്യായത്തിൻ്റെ തന്നെ 13 വാക്യത്തിൽ പറയണം, ബാക്കി ജസബൽ ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെയും കൊന്നു. എന്നിട്ട് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഏലിയ രാജാവിനെ വെല്ലുവിളിക്കുകയാണ്, ബാക്കിയുള്ള ദേവന്മാരുടെ പ്രവാചകന്മാരെ എല്ലാം നീ കൊണ്ടുപോവാ പറയാണ്. 400 പ്രവാചകന്മാരെ, ഒന്ന് 480, ഈ 2 പ്രവാചകൻ എണ്ണം കൂട്ടിയാൽ എത്രയാണ്? 400 800 സംതിങ് അല്ലേ? അത്രയും പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ടാണ് നമുക്കറിയാവുന്നതുപോലെ എന്താ അവിടെ നടക്കുന്നത്? ഏലിയ പറയുകയാണ്, ആഹാബ് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാചകന്മാരെയും എവിടെയാ കൊണ്ടുവന്നത്? അതാണ് നമ്മുടെ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിന് പ്രത്യേകം. എവിടെയാണ് കൊണ്ടുവന്നത്? കാർമൽ മലയിൽ. 20 വചനം ഒന്ന് വായിച്ചു. കാർമൽ മലയിൽ ഈ പറയുന്ന ഇസ്രായേൽ ജനത്തെയും അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ഉടനെ അടുത്ത സെക്ഷൻ ഏലിയ പ്രവാചകൻ സംസാരിക്കുകയാണ്. എല്ലാവരും വന്നു, ഇവരോട് ഏലിയ പ്രവാചകൻ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, ഏലിയ വളരെ തൻ്റെ ഇടത്തോടെ, ശ്രദ്ധിക്കണം, ഏലിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ആത്മധൈര്യത്തോടെ, വളരെ കോൺഫിഡൻ്റായി, ശക്തമായ രീതിയിൽ ഏലിയ സംസാരിക്കുകയാണ്. നിങ്ങൾ എത്ര നാൾ ഈ പറയുന്ന 2 വഞ്ചിയിൽ കാൽ വെക്കും? ഒന്നെങ്കിൽ അവരുടെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. അപ്പോൾ ജനം ഒന്നും മിണ്ടിയില്ല. ജനത്തിന് വേണ്ടത് എന്താ? ആരായാലും കുഴപ്പമില്ല, ജനത്തിന് കാര്യങ്ങൾ നടന്നാൽ മതി. ആ ഒരു സാധ്യതയാണ്. അപ്പോൾ ഉടനെ 22 ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, ഞാൻ മാത്രമേ കർത്താവിൻ്റെ പ്രവാചകനായിട്ടുള്ളൂ. ബാലിന് 480, അഷേറായിക്ക് 400, ഇത്രയും പ്രവാചകന്മാർ എനിക്കെതിരെ ഉണ്ട്. എന്നിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇനി വായിക്കണ്ട. ഇനി നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇനിയാണ് ബലിയർപ്പണം നടക്കുന്നത് അല്ലേ? ഇനി കൊണ്ടുവരികയാണ്. എന്നെ കൊണ്ടുവരുന്നേ? 2 പേരും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിൽ? ആരാണ് യഥാർത്ഥ ദൈവമെന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നടക്കുകയാണ് മത്സരം. അപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് കാളയെ കൊന്നു. എന്നിട്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അറിയത്തില്ല. എന്നിട്ട് എന്താ നടന്നത്? അതിൻ്റെ ബാലിൻ്റെ പ്രവാചകന്മാരോട് ഇപ്പോൾ അതിൻ്റെ 25 വരുമെന്ന് വെച്ചേ. നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ കാളയെ കൊല്ല് റെഡിയാക്കി വെക്ക്, എന്നിട്ട് നിങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, നീ തീ കൊളുത്തരുത് എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാവിലെ തുടങ്ങി ഇവർ പ്രവാചകന്മാർ 100 അല്ല, എത്ര 800 പ്രവാചകന്മാർ ഒന്നിച്ച് വന്നിരുന്ന് ഈ കാളയെ കൊന്നിട്ട് ഇവർ ഇതിൻ്റെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥനയാണ്. അതിൻ്റെ അടുത്ത 26 പ്രഭാതം മുതൽ മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെ തുടർച്ചയായി ഇവർ പ്രാർത്ഥിക്കുകയാണ്. ദേവാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്താണ്? ഈ ബലി, ഈ പറയുന്ന കാളയെ ബലി സ്വീകരിക്കണം, ദേവം വന്ന് ബലി സ്വീകരിക്കണം, പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ലാതെ അല്ലേ ഒരു ഉത്തരവും ഉണ്ടായില്ല.
അപ്പോൾ അവർ ഉറഞ്ഞു തുള്ളി പ്രാർത്ഥിക്കുകയാണ് ബലിപീഠത്തിന്. ഇവരിങ്ങനെ നടന്ന് ബലി ചുറ്റും പ്രാർത്ഥിക്കുകയാണ്, ബലി ചുറ്റും നടന്ന്. എന്നിട്ട് 27-ാമത്തെ വചനം, ഉച്ചയായപ്പോൾ ഏലിയ, ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. ഇവർ ഈ പ്രവാചകന്മാർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി പ്രാർത്ഥിക്കുകയാണ് ദൈവോടെ ഓടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരനക്കം ഉണ്ടാകുന്നില്ല, ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഉച്ചയായപ്പോൾ ഏലിയ ഇവരെ കളിയാക്കുകയാണ്. കളിയാക്കുന്ന വാക്കെന്താണ്? കണ്ടോ? എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇച്ചോടെ ഒച്ചത്തിൽ വിളിച്ചേ ഈ പറയുന്ന ദേവൻ വല്ല സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്കൊരു ദേവനുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദേവൻ, നിങ്ങൾ ഒച്ചത്തിൽ വിളിച്ചോ. എന്നിട്ട് ബാക്കി എന്താണ് പറയുന്നത്? ദിവാസ്വപ്നം കാണുമായിരിക്കും, യാത്ര പോയതാവാം, എവിടെയെങ്കിലും പോയി കാണും പുള്ളി. നിങ്ങൾ വിളിച്ച് അടുത്ത എന്താ പറയുന്നത്? അതല്ലെങ്കിൽ ഉറങ്ങാവും. ഇത് ഏലിയ ഇവരെ കളിയാക്കുകയാണ് ചെയ്തത്, ഈ പറയുന്ന ദേവന്മാരെ മുഴുവനും. നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. നിങ്ങളുടെ ദേവൻ എവിടെ? അല്പം കൂടി ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഇവർ ശരീരം മുഴുവനും മുറിവ്, വാളുകൊണ്ട് ദേഹത്ത് മുഴുവനും മുറിവുണ്ടാക്കിയിട്ട് ഇവർ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ രക്തം എന്താണ്? 28. അപ്പോൾ അവർ ശബ്ദം ഉയർത്തി വിളിച്ചു. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഒരു ശബ്ദം ഉണ്ടായില്ല, ഒരു ഉത്തരവും നൽകിയില്ല, ഒന്നും ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തത് ആരുടെ ഊഴമാണ്? ഏലിയ. ആകപ്പാടെ ഏലിയയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഒരാളേ ഉള്ളൂ. ഇനി ഏലിയ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ഏലിയ എന്താ ചെയ്തേ? ഏലിയ ചെയ്ത്, അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്ത് വരുവിൻ. ഏലിയ ചെയ്തത് ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ, നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏലിയ ചെയ്തത് കർത്താവിൻ്റെ തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി. ഒന്ന്. അടുത്തത് എന്താണ്? 12 കല്ലെടുത്ത് വെച്ചു. ഈ ബലിപീഠത്തെ വീണ്ടും പണിത് പുനരുദ്ധരിച്ചു. എന്നിട്ട് വിറകടുക്കി വെച്ചു. എന്നിട്ട് കാളയെ കൊന്നു അതിൻ്റെ മേലെടുത്ത് വെച്ചു, വിറകും വെച്ചു. എന്നിട്ട് ഏലിയ ചെയ്ത് എന്താണെന്നറിയാവോ? 4 കുടം വെള്ളം വീതം 3 തവണയായി ഈ വിറകിൻ്റെ മേൽ ഒഴിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം, കുറച്ച് വായിക്കാനുള്ളതിൻ്റെ പേരിൽ ഞാനിങ്ങ് പറയുകയാണ്. 4 കുടം വെള്ളം വീതം 3 തവണയായി ഈ വിറകിൻ്റെ, മറ്റൊരു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ടോ ഏലിയ ചെയ്ത് എന്താണെന്നറിയാവോ? ബലിപീഠത്തിൻ്റെ സൈഡിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചാലും കൂടെ ഉണ്ടാക്കിയിട്ടു. ഇദ്ദേഹം മനഃപൂർവ്വം കുറേ വെള്ളം കോരി ഈ വിറകിൻ്റെ മേൽ ഒഴിച്ചു. കുറേ വെള്ളമുണ്ട്, വെള്ളം ഒഴുകി, ബലിയുണ്ട്, വിറകുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ നിന്നിട്ട് ഏലിയ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഏലിയായുടെ പ്രാർത്ഥനയാണ് 36. ദഹനബലിയുടെ സമയമായപ്പോൾ, ഇത് വായിച്ചു. പ്രാർത്ഥന ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, വായിച്ചു. കേൾക്കണമേ, ഇത്രേ ഈ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചുള്ളൂ. ഉടനെ അടുത്ത് സംഭവിക്കുന്നു. 38-ാമത്തെ വചനം. ഉടനെ എന്തൊക്കെയാ സംഭവിച്ചെന്നറിയാവോ? ഇത്രേ പ്രാർത്ഥിച്ച ഉടനെ വലിയ ഒരു അഗ്നി, നിങ്ങൾ വിചാരിക്കരുത് ഒരു ഇച്ചിരി തീയാന്നിറങ്ങിയെന്ന്, വലിയ ഒരു അഗ്നി ആ ബലിപീഠത്തിലോട്ട് ഇറങ്ങി. എന്തൊക്കെയാണ്? ബലി വസ്തു ഉണ്ടായിരുന്നത് മുഴുവനും ദഹിപ്പിച്ചു. പിന്നെ അതിൻ്റെ താഴെ ഇരുന്ന വിറക്, കല്ല്, അടുക്കി വെച്ചിരുന്ന കല്ല്, മണ്ണ് ദഹിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തേ? ഈ ചാലിലെ വെള്ളം മുഴുവനും വറ്റിച്ചു. ഇത്രയും നടന്നു. അന്ന് ഇപ്പോൾ ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടികൂടുവിൻ. എന്നിട്ട് ഏലിയ ഇനി ചെയ്യുന്ന അല്പം കട്ടിയായ കാര്യമാണ്. എന്താ ചെയ്തതെന്നറിയാവോ? ഒരുവന് രക്ഷപ്പെടരുതെന്ന് പറഞ്ഞിട്ട് ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോർ അരുവിക്ക് സമീപം കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ പ്രവാചകൻ എന്ന് പറയുന്നത് നിസാരക്കാരനായ ഒരു പ്രവാചകനല്ല. ഇത്രയും ശക്തമായ
800 പ്രവാചകന്മാർക്കെതിരെ ഒരൊറ്റയാളായി നിന്നുകൊണ്ട് പൊരുതി അതിശക്തമായ രീതിയിൽ അഗ്നി പെയ്തിറക്കി. മാത്രമല്ല, ഈ പ്രവാചകന്മാരെ മുഴുവനും കൊന്നു. ഇത്രയും ധീരനും ശക്തനുമായ ഏലിയ എന്ന് പറയുന്ന പ്രവാചകൻ തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ വായിക്കേണ്ടത്. 19-ാമത്തെ അധ്യായം എടുത്തു. 19-ാമത്തെ അധ്യായം തൊട്ടടുത്ത നിമിഷത്തിൽ ഇപ്പോൾ ഏലിയ ഈ പ്രവാചകൻ ആരുടെ കീഴിലാണ്? ഇപ്പോൾ ഈ പ്രവാചകന്മാരുടെ എല്ലാം ആരാധിക്കുന്ന ഒരു രാജ്ഞിയുണ്ട്. ആരാണ്? ഈ ജസബൽ. ഇതൊരു രാജ്ഞിയാണ്. ഇപ്പം ജസബലിൻ്റെ കീഴിലുള്ള ആളുകളെല്ലാം, പ്രവാചകന്മാരെ എല്ലാം കൊന്നെന്നുള്ളത് ഈ പറയുന്ന രാജ്ഞി അറിയാണ്. ഉടനെ രാജ്ഞി ചെയ്യുന്ന എന്താണെന്നറിയാവോ? അതിൻ്റെ 19 വായിച്ചോ. ഏലിയ ചെയ്ത കാര്യങ്ങളും ജസബലിനോട് പറഞ്ഞു. മനസ്സിലായോ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ പറയുന്ന ജസബൽ ഒരു ദൂതനെ അയച്ചിട്ട് ഏലിയ പ്രവാചകനോട് പറയാണ്, നാളെ നിന്നെ ഞാൻ കൊല്ലും. ഈ പറയുന്ന ജസബലാണ് ഏലിയ പ്രവാചകൻ ഒഴിച്ച് ബാക്കിയുള്ള കർത്താവിൻ്റെ മുഴുവൻ പ്രവാചകന്മാരെയും കൊന്നത്. ഈ പറഞ്ഞ രാജ്ഞി നിസ്സാരക്കാരിയല്ല, കൊന്നു. അപ്പോൾ രാജ്ഞിയുടെ തന്നെ മുഴുവൻ പ്രവാചകന്മാരെ കൊന്ന കാര്യം രാജ്ഞി അറിഞ്ഞപ്പോൾ രാജ്ഞി വന്നിട്ട് ഏലിയ പ്രവാചകനോട് പറയാണ്, ഞാൻ നിന്നെ കൊല്ലും. ഇനി ഈ ദേവൻ, അപ്പം നിന്റെ ദേവൻ എന്തേലും എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ അങ്ങ് ശിക്ഷിച്ചോട്ടെ, നിന്നെ ഞാൻ കൊല്ലും എന്നാണ് ഈ പറയുന്ന ജസബൽ ഏലിയയോട് പറയുന്നത്. ഇത്രയും ശക്തനായ പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയാവോ? 3-ാമത്തെ വചനം വായിച്ചേ. നിങ്ങൾ മുമ്പേ കണ്ടു, ധീരനായി നിന്ന് ഇത്ര ആളുകളെ എതിർത്ത് കർത്താവിൻ്റെ ബലിപീഠത്തിൽ അഗ്നി ഇറക്കി പ്രാർത്ഥിച്ച്. മാത്രമല്ല, ഈ പറയുന്ന 800ഓളം പ്രവാചകന്മാരെ കൊന്നു. ഇത്രയും ശക്തനായ പ്രവാചകൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഭയന്ന് എന്ത് ചെയ്തു? ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അടുത്ത വചനം എന്താണ്? അവൻ യൂദയിലെ ബർശബയിലെത്തി. അവിടെ 4 എന്ത് ചെയ്തു? ഏലിയ എന്ത് ചെയ്തു? മരണത്തിനായി പ്രാർത്ഥിച്ചു. അടുത്ത വചനം എന്താണെന്ന് അറിയാം? ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ഏലിയ തന്നെ പറയാണ്. ബാക്കി ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഈ പ്രവാചകന്മാരെ കാട്ടിലും മോശപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രവാചകൻ മരണത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ശക്തനായ ദൈവം ഇടപെട്ടിട്ടുള്ള ഒരു പ്രവാചകൻ അവൻ മരണത്തിനായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ശക്തനായ ദൈവം ഇടപെട്ട ഒരു പ്രവാചകൻ ഇത്ര ആയിരുന്നിട്ട് പോലും എന്ത് സംഭവിച്ചു? ഈ പറയുന്ന പ്രവാചകൻ്റെ ജീവിതത്തിൽ വലിയൊരു ജീവൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പ്രവാചകൻ ഭയപ്പെട്ടു. മാത്രമല്ല എന്ത് ചെയ്തു? നിരാശനായി എന്ത് ചെയ്തു? സ്വന്തം ജീവൻ ദൈവമേ അങ്ങെടുത്തോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, തൊട്ട് മുമ്പ് ഇത്രയും ഈ പറയുന്ന സംഭവം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം അതിശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകളായിരിക്കാം, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളും ആകാം. പക്ഷേ ജീവിതത്തിൻ്റെ ചില ശക്തമായ പ്രതിസന്ധികൾക്കിടയിൽ നമ്മളുടെ മനധൈര്യം ചോർന്നു പോകാം. വല്ലാത്ത രീതിയിലുള്ള നിരാശ, എന്ത് ചെയ്യണമെന്ന് ഇനി അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാവാം, വരവുള്ള ആളുകളാവാം, കൃപയുള്ള ആളുകളാവാം. പക്ഷേ ചില ദുർബല സാഹചര്യങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടാവും, മനസ്സിന് ബലം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആത്മഹത്യാ ചിന്തയിലൂടെ പോലും പോകും. ഞാൻ പറയുന്നത് ജീവിതത്തിൽ ശക്തമായ ഇപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിനെ എങ്ങനെ നമ്മൾ നേരിടണം, ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയും. ഇതിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഈ പ്രവാചകൻ നേരിട്ടത്, അതിനെ നമ്മൾ വിശുദ്ധമായിട്ട് കാണാൻ പോവുകയാണ്. ഇതാണ് ഞാനൊരു ആമുഖം വന്നവണ്ണം ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാം. ഒരല്പം കൂടി ഒച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാം, ഹാലേലുയാം,
ഹല്ലേലൂയ. യെസ്. എങ്ങനെയാണ് ഈ ഏലിയ പ്രവാചകൻ ഈ പറയുന്ന സംഭവത്തെ നേരിട്ടത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ജെസബൽ എന്ന് പറയുന്ന ചരിത്രം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിശുദ്ധമായി മനസ്സിലാകാവുന്ന ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. ജെസബൽ എന്ന് പറയുന്ന രാജ്ഞി ഏലിയ പ്രവാചകന്റെ അടുത്ത് എന്താ ചെയ്തതെന്നറിയാവോ? ഇത്ര ആളുകളെ കൊന്നെന്നറിഞ്ഞപ്പോൾ ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. ഇനി ശ്രദ്ധിക്കണം, ഈ രാജ്ഞിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാതെ തന്നെ കൊല്ലാമായിരുന്നു. ഒന്ന്. രണ്ട്, ഈ ദൂതനോട് തന്നെ പറഞ്ഞു വിട്ടാൽ മതി, ഈ പറയുന്ന പ്രവാചകനെ അങ്ങ് കൊല്ല്. എന്തുകൊണ്ടാ കൊല്ലാതെ കൊല്ലുമെന്ന് പറഞ്ഞത്? ഒന്ന് പേടിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? ഈ പറയുന്ന രാജ്ഞിക്കും അകത്തൊരു പേടിയുണ്ട്. ആരുടെ ദൈവത്തെക്കുറിച്ച്? ഈ ഏലിയയുടെ ദൈവത്തെക്കുറിച്ച്. കാരണം നിസാരക്കാരനല്ലെന്ന് തൊട്ടു മുമ്പ് കണ്ടതാണ്. ഈ പറയുന്ന ജെസബൽ ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് പറഞ്ഞ് പേടിപ്പിച്ചതേ ഉള്ളൂ. കാരണം ഈ പറയുന്ന രാജ്ഞിക്കറിയാം ഏലിയായുടെ ദൈവം പവർഫുള്ളാണ്, ശക്തനാണെന്നുള്ള കാര്യം രാജ്ഞിക്കറിയാം. ഇല്ല, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയം ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, നിരാശ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? എനിക്കുള്ള ശ്രദ്ധിച്ച് കേൾക്കണം ഇനി പറയുന്ന കാര്യം. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. വലുതാരം പറഞ്ഞ് ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എനിക്ക് മാമോദീസായിലൂടെ കിട്ടിയിരിക്കുന്ന അധികാരത്തെ ആർക്കറിയാം? പിശാചിനറിയാം. ഇവൻ ഈ അധികാരം പ്രയോഗിക്കാതിരിക്കാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ ഇങ്ങനെ ചുമ്മാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഈ പിശാചിന്റെ മേലുള്ള അധികാരം ആർക്കുണ്ട്? എനിക്കുണ്ട്. ഈ അധികാരത്തെ ആർക്കറിയാം? പിശാചിനറിയാം. ഞാൻ ഈ അധികാരം നേരിട്ട് പ്രയോഗിച്ചാൽ അവൻ പരാജയപ്പെടും എന്നുള്ളത് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അധികാരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാകാനോ ഞാൻ ഈ അധികാരം പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിനക്ക് ഇതിനുള്ള ശക്തി ഇല്ലെന്നുള്ളത് നിന്നോട് ഇങ്ങനെ നിരന്തരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യും? ഇതുപോലെ നമ്മുടെ പ്രവാചകന് പറ്റിയതുപോലെ നമ്മളെന്ത് ചെയ്യും? അല്ലേ, നമ്മൾ ഈ മെസ്സഞ്ചർ ഈ പറയുന്ന സന്ദേശവാഹകൻ അയച്ച് ഭയപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ പിശാച് ചുമ്മാ ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ അധികാരം നമ്മൾ ഇതുവരെയും നമ്മുടെ അധികാരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി സുവിശേഷങ്ങളിലേക്ക് വരികയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. ലൂക്ക 4:5. സാത്താനും ഈശോയും തമ്മിലുള്ള സംഭാഷണം. സാത്താൻ ഈശോയോട് പറയുന്ന കാര്യങ്ങൾ. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. ഈശോയ്ക്ക് പിശാച് കാണുന്നുണ്ട്. എന്നാണ് പിശാച് ഈശോയോട് പറയുന്നത്? ആരാണ് പറയുന്നത്? പിശാച് ആരോടാണ് പറയുന്നത്? പിശാച് ഈശോയോട് പറയാണ്, ഈ കാണുന്ന സർവ്വരാജ്യങ്ങളുടെ മേലുള്ള അധികാരം, മഹത്വം ഞാൻ നിനക്ക് തരാം. അടുത്ത വചനം എന്താണ്? ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത്. പിശാച് ഈശോയോട് പറയാണ്, ഈ എല്ലാ അധികാരവും ഇതിൻ്റെ എല്ലാം എൻ്റെ കയ്യിലാണ്. പ്രലോഭനമാണ് കേട്ടോ, ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രലോഭനമാണ്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തരാം, നീ എന്ത് ചെയ്യണം? മതി എന്നെ ഒന്ന് ആരാധിച്ചാൽ മാത്രം മതി. ഈശോയ്ക്കുണ്ടായ ഒരു പ്രലോഭനമാണ്. ഇനി എൻ്റെ ചോദ്യം, ശരിക്കും പിശാചിന് ഈ അധികാരം ഉണ്ടോ? ശ്രദ്ധിച്ചു വേണം ഉത്തരം പറയാൻ. സാക്ഷാൽ ഈശോയുടെ അടുത്ത് പോയിട്ട് ഈ അധികാരം ഞാൻ നിനക്ക് തരാമെന്ന് പിശാചിന് ഈശോയ്ക്ക് നേരെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പിശാചിന് ഈ അധികാരം
ഉണ്ടായിട്ടാണോ? പ്രലോഭനമാണല്ലേ. ഈശോയെ കണ്ട പ്രലോഭനത്തെ ബൈബിൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈശോയെ ഭയപ്പെടുത്താൻ ഒരു വചനം കൂടെ തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ അധികാരം പിശാചിനുണ്ടെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് എടുക്കാവോ? യോഹന്നാൻ 12:31. ഈശോ പറയുന്നതാണ്, ഇപ്പോഴാണ് അടുത്ത് വായിച്ചു. എന്താണ്? ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി. കേട്ടോ? നിങ്ങൾ കേട്ടോ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകം, നിങ്ങൾ മൊത്തം കൂടത്തിൽ നിന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി വിട്ടുപോയാൽ പോവും. ഞാനിങ്ങനെ കണ്ടിന്യൂ തുടർച്ചയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈശോ നേരിട്ട് പറയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12:31 പറയുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി എന്താ പുറന്തള്ളപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ ലോകത്തിൻ്റെ അധികാരി? ആരാണ്? ഈശോ പറയാണ്, ഇപ്പോൾ ന്യായവിധി, ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ ആരാ അധികാരി? പിശാച്. സംശയമുണ്ടോ? ഒരു വചനം കൂടെ തരാം. 14:30 യോഹന്നാൻ്റെ തന്നെ താട്ടുപോട്ടെ. 14:30. നിങ്ങളെ ഞാൻ സംശയത്തിലാക്കുന്നൊന്നുമല്ല. യോഹന്നാൻ 14:30. ഈശോ പറയാണ്, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. അപ്പൊ ആരെക്കുറിച്ചാ പറയുന്നത് ലോകത്തിന്റെ അധികാരി എന്ന്? നിങ്ങൾക്ക് സംശയമുണ്ടോ? ആരെക്കുറിച്ചാ? നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത്. ആരെക്കുറിച്ചാണ്? പിശാചിനെ കുറിച്ച് തന്നെയാണ്. ഇതാ ഈ ലോകത്തിന്റെ അധികാരി വരുന്നു. അപ്പോൾ പിശാചാണ്, ഇതേ പിശാചാണ് ഈശോയുടെ അടുത്ത് എന്നിട്ട് പ്രലോഭനം കൊടുക്കുന്നത്. എന്ത്? ഇതിന്റെ മേലുള്ള എല്ലാ അധികാരവും എന്തെന്നാ പറയുന്നത്? എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഈ ഗ്ലാസ് എന്ത് ചെയ്തു? തന്നിരിക്കുന്നു. എൻ്റെ ഗ്ലാസ് ആണോ? അല്ല, ഈ ഗ്ലാസ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, വേറെ ആരുടെയോ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന് ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ അധികാരം വേറെ ആൾക്കാണ്. ആ ആൾ ഈ അധികാരം പിശാചിന് കൊടുത്തു. ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇരുന്നാലേ കിട്ടത്തുള്ളൂ. ഈ അധികാരം ആരാണ് പിശാചിന് കൊടുത്തത്? നിങ്ങളിങ്ങനെ നമ്മൾ ഈ ആത്മീയമായ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആരാണ് ഈ അധികാരം പിശാചിന് കൊടുത്തത്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ദൈവമാണോ? പിതാവായ ദൈവം ഈ അധികാരം പിശാചിന് കൊടുക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ആത്മീയമായ ഉണർന്ന ഒരു സമൂഹമാണിത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവ എന്താണ്, എങ്ങനെയാണ് ഈ അധികാരം പിശാചിൻ്റെ കയ്യിൽ കിട്ടിയത്? നമ്മുടെ പാപം ചെയ്യുന്നത് വഴിയായിട്ടാണ് കിട്ടിയത്. ശരിയാണ്. ഇനി അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി 1:26-27 വായിക്കണം. ഉൽപ്പത്തി 1 ആദ്യത്തെ ഭാഗം 1:26. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 26, 27 ഈ ഛായ സാദൃശ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അടുത്തത് ആധിപത്യം ആർക്കാണുള്ളത്? മനുഷ്യന്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം ഈ ഭൂമിയുടെ മേലുള്ള എല്ലാത്തിൻ്റെ മേലുള്ള അധികാരം കൊടുത്തു. അത് ഛായയും സാദൃശ്യത്തിലൂടെ മനുഷ്യന് ഈ അധികാരം കിട്ടി എന്നാണ് ഈ ഛായ സാദൃശ്യത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുന്നത്.
ദൈവത്തിൻ്റെ ഛായ സാദൃശ്യം വഴിയായി നമുക്ക് ഈ അധികാരം കിട്ടി. ഈ അധികാരം എങ്ങനെയാ പോയത്? ചേട്ടൻ പറഞ്ഞ പോലെ എന്ത് ചെയ്തപ്പോ ഞാൻ പാപം ചെയ്തത് വഴിയായി ഞാൻ എൻ്റെ അധികാരത്തെ ആർക്ക് കൊടുത്തു? പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എനിക്കാണ് അധികാരം ഉണ്ടായിരുന്നത്. എൻ്റെ അധികാരത്തെ ഞാൻ പാപം ചെയ്യുന്നത് വഴിയായി ഈ അധികാരത്തെ പിശാചിൻ്റെ കയ്യിലോട്ട് ഞാൻ കൊടുത്തു. ഇത്രയും കാര്യം കിട്ടി. ഇനി ഈശോ വന്നിട്ട് എന്താ ചെയ്തേ? അല്ല, ഈശോ വന്നിട്ട് ചെയ്തത് എന്താ? ഈശോ മനുഷ്യാവതാരം ചെയ്തു. എന്നിട്ട് ചെയ്തത് എന്താണ്? പിശാച് മനുഷ്യൻ പാപം ചെയ്യുന്നത് വഴിയായി പിശാചിന് കൊടുത്ത ഈ അധികാരത്തെ ഈശോ എന്ത് ചെയ്തു? തൻ്റെ കുരിശ് മരണം വഴി വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഇനി വചനം എടുത്തു. മത്തായിയുടെ സുവിശേഷം 28:18. ഈശോ പറയാണ്, ഈശോ എപ്പോഴാണ് ഇത് പറയുന്നത്? ഉത്ഥാനം ചെയ്തതിന് ശേഷം വന്നിട്ട് പറയാണ്. അതിന് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതാ ലോകത്തിൻ്റെ അധികാരി, അവനെ നശിപ്പിച്ചിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോയുടെ പീഡാനുഭവം മരണ ഉത്ഥാനം വഴിയായി ഈശോ ഈ അധികാരത്തെ തിരിച്ചു പിടിച്ച് നമുക്ക് തന്നു. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ 8:34-35 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാപം ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പാപം ചെയ്യുന്നത് വഴിയായിട്ട് മാത്രമേ എൻ്റെ മേൽ ഏതെങ്കിലും തരത്തിൽ അധികാരം പിശാചിന് ഉള്ളൂ. ഞാൻ പാപം ചെയ്യുന്നത് വഴിയായി മാത്രമേ എൻ്റെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരം പിശാചിനുള്ളൂ. ഈശോ എന്ത് ചെയ്തേ? ഈ നമ്മൾ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്ത അധികാരത്തെ ഈശോ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനം വഴിയായി നമുക്ക് തിരിച്ചു വാങ്ങി തന്നു. മനസ്സിലായെന്നുണ്ടോ? ഇത് കൊളോസോസ് എടുത്തേ. കൊളോസോസാർക്ക് എടുത്ത ലേഖനം 2:15. കൊളോസോസ് 2:15. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായി അവഹേളനാപാത്രം എന്ന് വെച്ചാൽ എന്തിൻ്റെ മേലാണ്? ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും മേൽ അവൻ വിജയം ആഘോഷിച്ചു കുരിശിൽ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് വചനം വായിക്കുമ്പോൾ നമ്മൾ ഈ വചനമൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? ആധിപത്യങ്ങളുടെ അധികാരങ്ങളുടെ മേൽ കുരിശിൽ നിരായുധമാക്കി. എന്താണ് നമ്മളിത് മനസ്സിലാക്കണം? ഇതാണ് ഈ അധികാരത്തെ, പിശാചിന്റെ ഈ അധികാരത്തെ കുരിശിൽ ഈശോ നിരായുധമാക്കി. ഒരു ശക്തിയും ഈ അധികാരത്തിന് ഇല്ലാത്ത വിധത്തിൽ ഈശോ ഇതിനെ പരസ്യമായി അവഹേളനാപാത്രമാക്കി അധികാരത്തെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പടി എന്താണ്? എനിക്ക് മാമോദീസായിലൂടെ, ബാക്കി പറഞ്ഞേ നിങ്ങൾ, എനിക്ക് മാമോദീസായിലൂടെ, ഈ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞത് ആ പരിശുദ്ധാത്മാവല്ല. ഈ മാമോദീസായിലൂടെ എനിക്ക് എന്ത് കിട്ടി? ഈശോ പിശാചിന്റെ മേലുള്ള ഈ അധികാരത്തെ തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനം വഴിയായി പരാജയപ്പെടുത്തി. അത്രയും കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. എന്നിട്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, മാമോദീസായിലൂടെ എനിക്ക് എന്ത് കിട്ടി? പിശാചിന്റെ മേലുള്ള ഈശോ നേടിത്തന്ന അധികാരത്തെ എനിക്ക് കിട്ടി. കിട്ടിയോ? നമുക്ക് കിട്ടിയോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. മാമോദീസായിലൂടെ പിശാചിന്റെ മേലുള്ള അധികാരത്തെ എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇതിനാണ് രാജകീയം എന്ന് പറയുന്ന ഒരു കാര്യം. 3 ദൗത്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? പുരോഹിത ദൗത്യം, പ്രവാചക ദൗത്യം. കേട്ടിട്ടുണ്ടോ? ഈ രാജകീയം എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ ഇതിനെ അധികം വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ടാകും. രാജകീയം എന്ന് പറഞ്ഞാൽ രാജാവ്, എന്താണ്? അധികാരം. രാജകീയം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ ഈശോ നമുക്ക് തന്നിരിക്കുന്ന അധികാരം നിലകൊണ്ട് എന്നതിന്റെ അടയാളമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കിട്ടിയോ? മാമോദീസായിലൂടെ രാജകീയ ദൗത്യം നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഈ ദൗത്യം നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ കൂടോത്രത്തെ പേടിച്ചോണ്ട്, ആരെങ്കിലും പറഞ്ഞാൽ അത് നടക്കുമെന്ന് പേടിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന അധികാര ശക്തി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഈശോ മാമോദീസായിലൂടെ ഈശോ നേടിത്തന്ന അതേ അധികാരത്തെയാണ് നിങ്ങൾക്ക് നമുക്ക്, എനിക്ക്, നിങ്ങൾക്കെല്ലാം തന്നിരിക്കുന്നത്. ഇനി പൗരോഹിത്യത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? പൗരോഹിത്യത്തിന് അല്ലെ, നീ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ കെട്ടിയിരിക്കുമെന്നു അല്ലെ, നീ അഴിച്ചാൽ അഴിച്ചിരിക്കുമെന്ന് ഈശോ പൗരോഹിത്യത്തിന് പിശാചിൻ്റെ മേലുള്ള ഈശോയുടെ അതേ അധികാരം തന്നിട്ടുണ്ട്. 1-2 വചനങ്ങളെടുത്ത് ലൂക്കായുടെ സുവിശേഷം 9:1. നിങ്ങൾക്ക് കിട്ടിയോ? ഈശോ എന്നാ ചെയ്തേ? ശിഷ്യന്മാരെ വിളിച്ചിട്ട് സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തു. രോഗങ്ങൾ സുഖപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന്റെ മേലുള്ള അധികാരം മാമോദീസ എന്ന് പറയുന്ന കൂദാശ വഴിയായി സ്നേഹം നിറഞ്ഞ ക്രിസ്ത്യാനി നിന്റെ തലയ്ക്ക് മീതെ ഉണ്ട്. അത് ഭയന്നത് ഉപയോഗിക്കാതിരിക്കരുത്. നമ്മളത് പ്രയോഗിക്കണം. നമ്മളിപ്പോൾ ശരിക്കും ഈ പോലീസിനെ കള്ളം പിടിച്ച് ജയിലിലിട്ടാൽ എന്തിരിക്കും? കള്ളനെ പോലീസിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് പോലീസിനെ പിടിപ്പിച്ചാൽ എന്ന് പറയുന്ന പോലെ പിശാചി എന്നെ പിടിച്ച് ജയിലിലിട്ടിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാവം പോലീസ് ജയിലിൻ്റെ അകത്ത്, എനിക്ക് അധികാരമുണ്ട്, അധികാരവും ശക്തിയല്ല എനിക്കുണ്ട്. ഞാൻ പോലീസ് പാവം പേടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് ഭയന്ന് പോകരുത്. കണ്ടോ, ഇതാണ് ഞാൻ ആ ഏലിയ ജസബേൽ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതിനെ നമ്മളിതിനെ വ്യാഖ്യാനിച്ചതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങോട്ട് പേടിപ്പിക്കരുത്. പേടിച്ച് ഭയന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അല്ലേ ഭയക്കുകയാണ് അല്ലേ, ഓരോ കാര്യത്തെക്കാണ് നമ്മൾ ഭയക്കുകയാണ്. അപ്പം എൻ്റെ ഈ കയ്യിലുള്ള അധികാരത്തെ ഒന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. ഭയക്കരുത്. ഭയക്കാതെ ഈ അധികാരത്തെ നമ്മൾ പ്രയോഗിക്കണം എന്നുള്ളതാണ് ഉച്ചത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എത്ര ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലും അല്ലേ നമുക്ക് മതിയാവില്ല. കാരണം നമ്മൾ ഇനി ഏത് തരത്തിലുള്ള തിന്മയാണെങ്കിലും, ഞാൻ നിങ്ങളോടായിട്ട് പറയാണ്, ഏത് തരത്തിലുള്ള തിന്മയാണെങ്കിലും പൈശാചിക ഉപദ്രവങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? അവനെ കീഴ്പ്പെടുത്തണം. ഇനി ഇതിൻ്റെ അടുത്തൊരു തലമുണ്ട്. ഏലിയ എങ്ങനെയാണ് ഇത് കീഴ്പ്പെടുത്തിയത്? ഒരു തലം കൂടെ പറഞ്ഞത് നമുക്കിത് അവസാനിപ്പിക്കാം. യെസ്, അടുത്ത വചനം ഏലിയ 1 രാജാക്കന്മാർ തന്നെ 18:30 നമ്മൾ കണ്ടതാണ്. 18:30 ഏലിയ എന്താ ചെയ്തേ? 1 രാജാക്കന്മാർ 18:30. ഏലിയ ജനത്തോട് പറഞ്ഞു, നമ്മൾ കണ്ടതാണ്. കർത്താവിൻ്റെ തകർന്നു കിടന്ന ബലിപീഠം. ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം കൂടി ഗഹനമായ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏലിയ എന്താ ചെയ്തേ? കർത്താവിൻ്റെ തകർന്നു കിടന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. നമ്മൾ കുർബാനയിൽ ആദ്യത്തെ പാട്ട് പറയുന്നതാണ്. അന്നാപ്രസാദ് തിരുനാൾ നമ്മൾ മറുപടി പാടുന്നതെന്നറിയോ? അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു, അതെന്താണ്? നവമൊരു പീഠം. എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് എന്തിനാണ്? പുതിയ ബലിപീഠം. കണ്ടോ? നവമൊരു പീഠം ഒരുക്കിയിടാം. ഏലിയ എന്താ ചെയ്തത്? കർത്താവിൻ്റെ ബലിപീഠത്തെ, ഏലിയായ്ക്ക് ശക്തി കിട്ടുന്ന ഓരോ വഴികളാണ് ഞാൻ പറയുന്നത്. പിശാചിനെതിരെ പോരാടാൻ
ഏലിയായ്ക്ക് ശക്തി കിട്ടുന്ന വഴി, കർത്താവിൻ്റെ ബലിപീഠത്തെ ഏലിയ പുനരുദ്ധരിച്ചു. ബലിപീഠത്തിൽ നിന്നുകൊണ്ടാണ് ശക്തി കിട്ടുന്നത്. ഇനി അതിനെ തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ്. ഇത് തന്നെ രാജാക്കന്മാരുടെ പുസ്തകം 19:6. 1 രാജാക്കന്മാർ 19:6. എന്താണ്? ഏലിയ എങ്ങനെ നിരാശപ്പെട്ട് മരണചിന്തയിൽ ആത്മഹത്യാ ചിന്തയെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്തത് കർത്താവിൻ്റെ ദൂതൻ 19:6 ഏലിയായെ തട്ടുണർത്തി, അത് ദൂതൻ ഉണർത്തി. എന്നിട്ട് പറയുന്നത്, ഏലിയ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ കാണുന്നേ? ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും എവിടെ ഇരിക്കുന്നു? തലയിലിരിക്കുന്നു. അപ്പം ഏലിയ ഇതെടുത്ത് കണ്ടു, പിന്നെ കിടന്നുറങ്ങി, വീണ്ടും കിടന്നുറങ്ങി. 7-ാമത്തെ വചനം എന്നോട് വായിച്ചു. 7. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അതായത് ഈ യാത്ര ദുഷ്കരമാകാതിരിക്കാൻ എനിക്ക് ഭക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ് എന്ത്? വിശുദ്ധ കുർബാന. ഈ യാത്ര ദുഷ്കരമാകാതിരിക്കാൻ എനിക്ക് ഭക്ഷിക്കാൻ ദൈവം. എന്നിട്ടോ ഈ പ്രവാചകൻ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് എന്തെന്നറിയാമോ? 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ട ശക്തി ഈ അപ്പവും വെള്ളവും പ്രവാചകന് കൊടുത്തു എന്നാണ്. താഴേക്ക് വായിച്ചാൽ മനസ്സിലാവും. കിട്ടിയോ? ഈ ഒരൊറ്റ അപ്പവും വെള്ളവും കഴിച്ച ഈ ചുടുകല്ല് എന്ന് പറയുന്നത് കുരിശാണ്. ചുടുകല്ല് ചുട്ടെടുത്ത അപ്പം, ദിവ്യകാരുണ്യം. ഇത് കഴിച്ച ഏലിയ പ്രവാചകന് ഈ 40 ദിനരാത്രങ്ങൾ ഒരു വിഷമം കൂടാതെ യാത്ര ചെയ്യാൻ വേണ്ട ശക്തി എന്ത് കൊടുത്തു? ഈ കണ്ടില്ല, താഴേക്കുണ്ട്. 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടത് എന്ത് കൊടുത്തു? ഈ പറയുന്ന അപ്പം കൊടുത്തു. അതെന്താണ്? വിശുദ്ധ കുർബാന. ഇനി ഇതോടെ നിൽക്കട്ടെ, അടുത്തൊരു സംഭവം പറയാം. ഇസ്രായേൽ ജനം, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ ഇങ്ങനെ മരുഭൂമി പറയും, വെള്ളമില്ല, ഭക്ഷിക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർക്ക് കഴിക്കാനായിട്ട് എന്താ ദൈവം കൊടുത്തത്? മന്ന, കാടപ്പക്ഷി. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലെ യാത്രക്കിടയിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 16:9 തുടങ്ങുന്ന വായിക്കാവോ? പുറപ്പാട് 16:9 എന്ന് വെച്ചാൽ ഈ ജനം വല്ലാതെ ആവലാതി പറയുന്ന ഒരു സമയത്താണ് മന്ന കൊണ്ടുവരുന്നത്. 9 തൊട്ട് 12 വരെ. 16:9. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക, കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അടുത്ത താഴോട്ട്. അതായത് ഈ ആവലാതി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ആവലാതി കേട്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് മാംസവും അപ്പവും എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ആവലാതി വന്നപ്പോഴാണ് എന്ത് കൊടുക്കുന്നത്? മന്ന വർഷിക്കുകയാണ് ഇസ്രായേൽ ജനത്തിന്. നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ പറയുന്ന ഏലിയ പ്രവാചകന് ഇങ്ങനെ വല്ലാത്ത ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഏലിയയ്ക്ക് ശക്തി പകർന്നത് ഈ ബലിപീഠവും ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവുമാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മരുഭൂമി യാത്രയിൽ ഈ ക്ലേശകാലത്ത് ശക്തി പകർന്നത് എന്താണ്? മന്നയാണ്. നിങ്ങളോട് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല മന്നയെക്കുറിച്ച്. അത് മനുഷ്യനുണ്ടാക്കിയതല്ല, ദൈവം സ്വർഗത്തിൽ നിന്നുണ്ടാക്കിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അപ്പമാണ് ഈ മന്ന.
ഈ മന്നയാണ് ഇസ്രായേൽ ജനത്തിന് മരുഭൂമി യാത്രയിൽ ശക്തി പകർന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടെ, ഒരു സംഭവം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം അതിൻ്റെ 13 തുടങ്ങിയിട്ടുള്ള വചനഭാഗം. പൗലോസും കൂട്ടരും റോമായിലേക്കൊരു യാത്ര. അത് വായിക്കണ്ട, അത് വലിയൊരു ഭാഗമാണ്. ഇതൊരു വലിയ സംഭവമാണ്. ഞാൻ ഇതിൻ്റെ അകത്തുള്ള മർമ്മം, ഇതിൻ്റെ ആമുഖം ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമായിലേക്കുള്ള യാത്രയാണ്. പൗലോസ് ഉണ്ട്. എത്ര 276 പേര് കപ്പലിൽ പൗലോസിൻ്റെ കൂടെ റോമായിലേക്കുള്ള യാത്രയിലുണ്ട്. ഇങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 13-ാമത്തെ തുടങ്ങിയുള്ള വചനഭാഗത്ത് കാണാം, വല്ലാത്ത രീതിയിൽ എന്ത് സംഭവിക്കുകയാണ്. അല്ല, 18 തുടങ്ങിയെന്ന് വായിക്കുക. 18 വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ഒലഞ്ഞു. ഇവർ റോമായിലേക്ക് പൗലോസിൻ്റെ നേതൃത്വം യാത്ര ചെയ്തപ്പോൾ അവരെന്ത് ചരക്കുകളെല്ലാം എന്ത് ചെയ്തു? കടലിലേക്ക് എറിഞ്ഞു. അടുത്തത് എന്താണ്? കപ്പിൽ പായി എല്ലാം ഇവരെന്ത് ചെയ്തു? എല്ലാം വലിച്ചു എറിയുകയാണ്. കാരണം കപ്പൽ വല്ലാത്ത രീതിയിൽ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, സൂര്യനോ നക്ഷത്രങ്ങളോ പോലും ഇവർ കാണുന്നില്ല. അതുപോലെ ഈ നടുക്കടലിൽ കിടന്ന് ഇവർ വല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, മുന്നോട്ട് പോകാനാവാതെ. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 35-ാമത്തെ വചനം. അതെടുത്തു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരുടെ വഴിവിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പൗലോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെ മുൻപാകെ ഈ സാഹചര്യത്തിൽ അവൻ അപ്പം എടുത്ത് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചു കൊടുത്തു. അതിന് പറയുന്ന പേരാണ് എന്ത്? കർത്താവിൻ്റെ അത്താഴം അവർ കഴിച്ചു, കുർബാന അർപ്പിച്ചു. ഈ ഒരു സാഹചര്യം, വല്ലാത്ത ദുരന്തത്തിലൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൗലോസ് ശ്ലീഹ അതിൻ്റെ അകത്ത് അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ബലിയർപ്പിച്ചു. അടുത്ത വചനം എന്താണ്? തൊട്ടടുത്ത വചനം. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഉന്മേഷം. ശ്രദ്ധിച്ച് കേൾക്കണം. ദിവസങ്ങളായിട്ട് 10-13 ദിവസമായിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന ആളുകളാണ്. ഒരൊറ്റ അപ്പം, ഈ കുർബാനയപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തുണ്ടായി? ഉന്മേഷം. താഴേക്ക് നിങ്ങൾ വായിക്കേണ്ട, അതിൻ്റെ അടുത്ത ഖണ്ഡികയിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സ്ഥലത്ത് എത്തുകയാണ്. കരയ്ക്കടുക്കുകയാണ് ഇവിടെ യാത്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്മേഷം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അപ്പം. അതെന്താണ്? വിശുദ്ധ കുർബാന. ഈ തളർച്ചത്തെ പ്രതിസന്ധികൾക്കിടയിൽ, ഭയത്തിനിടയിൽ, നിരാശക്കിടയിൽ പ്രവാചകന്മാർക്ക്, ഇസ്രായേൽ ജനത്തിന് ശക്തി കിട്ടിയത് എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാന. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയം, നിരാശ, ദുഃഖ, സങ്കടം ഇത് ദൈവിക മനുഷ്യനാണെങ്കിലും ഉണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടായാൽ അതിനുള്ള ഏക പരിഹാരം വിശുദ്ധ കുർബാനയാണ്. അതിന്റെ നിഴലുകളാണ് പഴയ നിയമത്തിൽ കണ്ടത്. പുതിയ നിയമത്തിൽ ഈശോ അത് സ്ഥാപിച്ചു. ഇത് സഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം, ഒന്നായി നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇതുപോലെ തന്നെ സങ്കടത്തിൽ പോയ രണ്ട് ചേട്ടന്മാരുണ്ട്. 2 ചേട്ടന്മാര് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അവരൊരു യാത്ര ചെയ്തു എമ്മാവൂസിലേക്ക്. അപ്പോഴെന്താ സംഭവിച്ചത്? അവര് വല്ലാതെ, എങ്ങനെ പറയുന്നേ, മ്ലാനവദനരായിരുന്നു എന്നാണ് വചനം. അവര് പരസ്പരം തർക്കിച്ചുകൊണ്ടാണ് പോയിരുന്നത്. എന്ന് വെച്ചാൽ ഇവര് വിഷമിച്ച് ദുഃഖാവസ്ഥയിൽ മുന്നോട്ട് പോയിരുന്ന ആളുകളാണ് നമ്മുടെ 2 ശിഷ്യന്മാർ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. കാര്യം അവര് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു. ഏത് കൽപ്പനയാണ് ലംഘിച്ചത്? നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഈശോ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ജെറുസലേമിന് 60 സ്ഥാദിയോൻ അകലെയുള്ള
എമ്മാവൂസിലേക്ക് പോയി. ജെറുസലേം വിട്ട് പോകരുതെന്ന് പറയാൻ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾ ഈ നഗരം വിട്ട് പോകരുത്, കർത്താവിൻ്റെ കാത്തിരിക്കാൻ പറയുന്നുണ്ട്. പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിലൂടെ ദൈവം കൊടുത്ത കൽപ്പനയാണ്. കൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കൊടുത്തതും. എന്നിട്ടോ ഇവരുടെ വിശ്വാസം മുഴുവനും പോയി ഈശോയിലുള്ളത്. വല്ലപ്പോഴും ഉത്ഥാനം ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ പുള്ളിയെ അധികം കാലം നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. എന്നാൽ പോയേക്കാം എന്ന് പറഞ്ഞ് ഇവർ പോവാണ്. കർത്താവിൻ്റെ പരിപാടികൾ അവസാനിപ്പിച്ച് ഇവർ അകലങ്ങളിലേക്ക് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാണ്. സ്നേഹമുള്ളവരെ, അധികം വിശദീകരിക്കുന്നില്ല. ഇവർക്ക് ശക്തി എവിടെ നിന്നാ കിട്ടിയത്? ഇവരിങ്ങനെ മ്ലാനവദനരായി പോയവരുടെ ഹൃദയം ജ്വലിച്ചത് എവിടെ നിന്നാണ്? അവരുടെ കണ്ണുകൾ തുറന്നു, ഹൃദയം ജ്വലിച്ചു എന്ന് ലൂക്കാസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പവർ കിട്ടിയത്? വിശുദ്ധ കുർബാനയിൽ നിന്ന്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ നിരാശ, ദുഃഖം, ആത്മഹത്യ, ചിന്താവിഷമം, സങ്കടാവസ്ഥയിലിരിക്കുന്ന വചനങ്ങളിലൂടെ നമ്മൾ കണ്ട് വലിയ ദൈവിക മനുഷ്യന് പോലും ഈ കുർബാനയാണ് ശക്തിയായി മാറിയതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈശോ ജീവിച്ചിരുന്ന കാലത്ത്, എന്ന് വെച്ചാൽ പരസ്യ ജീവിതം നടത്തിയിരുന്ന കാലത്ത് ഈശോ എവിടെയെങ്കിലും സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് സമാധാനം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സമാധാനം ആശംസിച്ചു എന്ന് ഈശോ പരസ്യ ജീവിതകാലത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ സമാധാനം ആശംസിച്ചത് എപ്പോഴാണ്? ഉത്ഥാനം ചെയ്ത ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തന്നെ ഈശോ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. പിന്നീട് മുഴുവൻ എന്താണ്? സമാധാനം, സമാധാനം. ശ്രദ്ധിക്കുക, എഫേസോസ് 2:14 വായിച്ചു. നിങ്ങൾക്കറിയാവുന്ന വചനം തന്നെയാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ആർക്കുകയും ചെയ്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ്? ഈശോയാണ്. എന്ത്? ഈ സമാധാനം. ഞാൻ അടുത്ത വചനം കൊളോസോസ് 1:20. കൊളോസോസ് 1:20. അത് കുർബാനയിലേക്കാണ് ഞാനിത് കൊണ്ടുവരുന്നത്. അവൻ കുരിശിൽ ചിന്തിയ ബാക്കി അടുത്ത വചനം ശ്രദ്ധിച്ച് കേട്ടോണം. കുരിശിൽ ചിന്തിയ രക്തം വഴി അവൻ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അതിനു മുന്നേ ഈശോ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈശോ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞത് ഈ കുരിശിലെ പീഡാനുഭവ മരണത്തിന് ശേഷമാണ്, ഉത്ഥാനത്തിന് ശേഷമാണ് ഈശോ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഈശോ ഈ സമാധാനം സ്ഥാപിച്ചത് എവിടെയാണ്? കുരിശിൽ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് ഈ പിശാച് നൽകുന്ന ഭയത്തിൽ നിന്ന് അധികാരം എവിടെ നിന്നാണ് കിട്ടിയത്? ഈശോയുടെ കുരിശിൽ നിന്ന്. ഈ അധികാരം ആർക്കുണ്ട്? നമുക്കുണ്ട്. യെസ്, ഇതേലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണം. യെസ്, ഈ അധികാരം എനിക്കുണ്ട്. ഈ അധികാരം ഇതാണ് ഈ ഭയത്തിനും എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കും മീതെയുള്ള കാര്യമാണ് എന്ത്? സമാധാനം. അല്ലേ? നിരാശ, ദുഃഖം, സങ്കടം, വിഷമം, അല്ലേ, ഭയം, എല്ലാത്തിനും നമുക്കില്ലാത്തത് എന്താണ്? സമാധാനമാണ്. പക്ഷേ ഇല്ലാത്തത്, അല്ലേ, ജീവിതത്തിൽ നമുക്കില്ലാത്ത ഈ സമാധാനമാണ്. അകത്ത് പീസ്, ഈ സമാധാനമാണ് ഇല്ലാത്തത്. ഇതാണ് ഈശോ എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. ഈശോ നമുക്ക് തന്നത്. ഒരു വചനം കൂടെ, കൊളോസോസ് 3:15. ക്രിസ്തുവിൻ്റെ സമാധാനം വായിച്ചു. കൊളോസോസ് 3:15. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ ചൊല്ലി. ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. എല്ലാവരും പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. എല്ലാം പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ.
അതായത് എൻ്റെ അകത്തുള്ള ഈ ഭയം, നിരാശ, ദുഃഖത്തിൻ്റെ മേൽ ഈശോയുടെ സമാധാനം പെയ്തിറങ്ങണം. യെസ്, ഈശോയുടെ സമാധാനം. യെസ്, ഈശോ. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈശോയുടെ കുർബാന, ഈ സമാധാനം, ഇതല്ലേ, ഇതെല്ലാം ആയിട്ട് നമ്മുടെ കുർബാന ഒന്നും എടുത്തു വയ്ക്കുക. നമ്മുടെ കുർബാന ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. 80ഓളം തവണ നമ്മുടെ കുർബാനയ്ക്കകത്ത് സമാധാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നാപസ കഴിഞ്ഞ അടുത്ത വാക്ക് എന്താണെന്നറിയോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് എന്താണ്? സമാധാനം എന്ന് പറഞ്ഞോണ്ടാ തുടങ്ങുന്നത്. സമാധാനം. അച്ഛൻ 3 തവണ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ ഔദ്യോഗികമായ രീതിയിൽ ആശീർവാദം കുർബാനക്കിടയ്ക്ക് നൽകുന്നുണ്ട്. എവിടെയൊക്കെയാണെന്നറിയാവോ? ആദ്യം വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ട് സമാധാനം നിങ്ങളോടുകൂടെ, പിന്നെ ബലിപീഠത്തിലോട്ട് കയറി ഉടനെ തന്നെ എന്താണ് ആദ്യത്തെ 1-ാം പ്രണാമജപം ചൊല്ലി വിട്ടതിന് ശേഷം തിരിഞ്ഞിട്ട് അന്നേരമാണ് നമ്മൾ പരസ്പര സമാധാനം ആശംസിക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ ഉടനെ നിന്ന് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് തന്നെയാണ് പറയുന്നത്. എവിടെ നിന്നാണ്? ഈശോ ഒന്ന് കുർബാന വചനത്തിൽ നിന്ന്, 2 ബലിപീഠത്തിൽ നിന്ന് സമാധാനം എന്ത് ചെയ്യാണ്? വചനത്തിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന്. അടുത്ത സമാധാനം എവിടുന്നാണ് തരുന്നതെന്നറിയാവോ? 3ാമത്തെ സമാധാനം ഇതുപോലെ തന്നെ ആശീർവദിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ്, വിശുദ്ധ കുർബാന സ്വീകരണം തൊട്ടു മുമ്പ്. അപ്പോൾ എവിടുന്നാണ് സമാധാനം? എന്നിട്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കുർബാന സ്വീകരണം തൊട്ടു മുമ്പ് നമുക്ക് ബലിപീഠത്തിൽ നിന്നുകൊണ്ട് എന്ത് കിട്ടുകയാണ്? സമാധാനം. സമാധാനം വാരി വിതറുകയാണ് കുർബാനയിൽ. നമുക്കറിയാം, ശുശ്രൂഷി ഏറ്റവും കൂടുതൽ ചെല്ലുന്ന പ്രാർത്ഥന എന്താണ്? സമാധാനം. നമ്മളത് കേൾക്കുന്നുണ്ടോ? പക്ഷെ നമുക്ക് എന്തില്ല? സമാധാനമില്ല. ശുശ്രൂഷ ഇഷ്ടം പോലെ തവണ പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ, അല്ലേ? ഇത് ഒരു 10-15 തവണ പറയുന്നുണ്ട് കുർബാനയ്ക്കകത്ത്. ഇനി അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം, അല്ലെ, ശുശ്രൂഷ മറ്റൊരുത്ത് പറയുന്നുണ്ട്, പുരോഹിതൻ നിങ്ങൾ നിശബ്ദരായി പ്രാർത്ഥിക്കും, സമാധാനം സമൃദ്ധമാകാൻ വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എന്തിനാണ്? സമാധാനം സമർത്ഥമാകാൻ. ആ കുർബാനയെ പങ്കെടുത്തിട്ട് പോയ എനിക്ക് നിരാശപ്പെടാനോ വിഷമിക്കാനോ അവകാശമുണ്ടോ? സമാധാനമാണ് കൊടുക്കുന്നത് കുർബാനയ്ക്കകത്ത്. നീ കുർബാനയെ നമുക്ക് സമാധാനത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കാം. സമാധാനത്തിൻ്റെ കൂദാശ, സമാധാനം തരുന്നതാണ്, അല്ലേ? അതിനിടയിൽ ഒരു അച്ഛൻ ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? അച്ഛൻ വേറെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും, അല്ലേ, കുർബാനയിലൂടെ അതിശക്തമായ രീതിയിൽ സമാധാനം തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ എന്താണെന്നറിയാമോ? കുർബാനയിലൂടെ സമാധാനം തരുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ ബന്ധം എങ്ങനെയാണെന്നറിയാമോ? ഇത്തരം കാര്യം നമുക്ക് പറയാം. പഴയ നിയമം തൊട്ട് പറഞ്ഞ് കുർബാന വരെ എത്തി, അല്ലേ? ഇതിനെങ്ങനെയാണ് ഈ സമാധാനം നമുക്ക് കുർബാനയിലൂടെ കിട്ടുന്നത്? ഒറ്റ ഇതേ ഉള്ളൂ. ഈശോ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോയ്ക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് എന്ന് ഈശോ തന്നെ പറയുന്നൊരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16:32. നിങ്ങളെല്ലാം എന്നെ ഏകാന്തതയിലേക്ക് എന്നെ തള്ളിയിടും. നിങ്ങളെല്ലാം നിങ്ങളുടേതായ വഴികളിലൂടെ പോകും, എന്നെ ഏകനാക്കും. ഏകാന്തത. എന്നിട്ട് ഈശോ പറയാണ്, ഇന്ന് വായിച്ചേ, യോഹന്നാൻ 16:32. യോഹന്നാൻ 16. എന്നെ ഏകനായി വിട്ടുപോകും നിങ്ങൾ. എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട് എന്ന് വെച്ചാൽ മനസ്സിലാകണം. നമ്മളോട് പറയാം, ശിഷ്യന്മാരോട്, നിങ്ങൾ എങ്ങനെയാ എന്നെ ഇട്ടിട്ട് പോകുന്നേ? നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ, താങ്കളുടെ വഴികളിൽ, എനിക്ക് എൻ്റെ ഇഷ്ടം, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ശരി, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഈശോയിൽ നിന്ന് അകലുകയാണ്. എനിക്ക് എൻ്റെ ശരി, എനിക്ക് എൻ്റെ ഇഷ്ടം, ഈഗോ, മനസ്സിലാകുന്നുണ്ടോ? ഈഗോ. ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വീടിൻ്റെ അകത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, അല്ലേ,
ഈശോയുടെ ഇഷ്ടം മാറി എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന തത്വത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അകത്ത് സമാധാനം പോകും. അതേസമയം ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടം അല്ല, ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടമല്ല, മക്കൾ മാതാപിതാക്കന്മാരുടെ ഇഷ്ടമല്ല, ഓരോരുത്തരും ഈശോയുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഓരോരുത്തരും കാരണം എന്താണ്? ഇന്നലത്തെ വചനത്തിൽ ലേഖനത്തെ ഭാഗത്ത് പറയുന്നതാണ് ഒരു ശരീരം പല അവയവങ്ങൾ എന്നാണ് ലേഖനത്തിൽ. ഒരു ശരീരം പല അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ അവയവങ്ങളെയും കൂടെ ഒന്നിപ്പിക്കുന്നത് ശിരസ്സായ ക്രിസ്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശിരസ്, ഞാൻ ഓരോ അവയവങ്ങളാണ്, ഈശോയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ. പക്ഷെ എൻ്റെ ശിരസ്സായതാണ് ഈശോയുടെ ഇഷ്ടം. ഈശോ എന്ന് വെച്ചാൽ ശിരസിലൂടെ. അപ്പം കൈ സ്വതന്ത്രമാണല്ലേ, കൈക്ക് സ്വന്തമായ സ്വാതന്ത്ര്യമുണ്ട്, കൈക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ. കാലിന് ഇഷ്ടം പോലെ ചെയ്യാൻ കാലിന് സ്വാതന്ത്ര്യമുണ്ട്, ആരും പിടിച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഈ ഓരോ അവയവങ്ങളും കണ്ണിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഓരോ അവയവങ്ങളും നിയന്ത്രിക്കുന്നതുണ്ട് ആരാണ്? ശിരസാണ് അല്ലേ. എനിക്ക് കൈ അനക്കണമെന്നുണ്ടെങ്കിൽ ശിരസ് അല്ലെ, തലച്ചോറ് നിയന്ത്രിക്കണം എന്ന് പറയുന്നത് പോലെ എൻ്റെ വീടിൻ്റെ അകത്താണെങ്കിൽ ഓരോ അവയവങ്ങളാണ് ഈശോയുടെ. ഓരോരുത്തരും ഇത് നിയന്ത്രിക്കുന്നത് ആരാകണം? ഈശോ. മറ്റാര് എൻ്റെ ഇഷ്ടത്തിനോ വേറെ ആരുടെയോ ഇഷ്ടത്തിനോ പോകരുത്. ഈശോയുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് സമാധാനം വരികയാണ്, വീടിൻ്റെ അകത്ത്. യെസ്, എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ വിട്ടിട്ട് താന്താങ്ങളുടെ വഴിക്ക് പോകും. എന്നിട്ട് പറയാണ് ഞാൻ ഏകനല്ല. കാരണം എന്താണ്? പിതാവ് എന്നോട് കൂടെയുണ്ട്. ഏകാന്തത. ഈശോ പറയാണ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇത് തന്നെയാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. കുർബാനയിൽ ഈശോ എന്താ സംഭവിക്കുന്നത്? കുർബാനയിൽ ഈ പറയുന്ന ഈശോ എന്തായി മാറുന്നു? എൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഈശോ. ഈ ഈശോ, കുർബാനയിലെ ഈശോ എന്ന് പറയുന്നതും നമ്മുടെ ദൈവമായ ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈശോയുടെ ദൈവികതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ കുർബാനയിലെ ഈശോയ്ക്ക്? ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. കുർബാനയിലെ ഈശോയ്ക്ക് ദൈവികതയ്ക്കോ തൻ്റെ ശക്തിക്കോ മഹത്വത്തിനോ ഒരു ചെറിയ തരി പോലും കുറവില്ല. മൊത്തമായിട്ട് പവർഫുള്ളായ ഒരു ഈശോ എൻ്റെ അകത്തിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഭയത്തിനോ നിരാശയ്ക്കോ ദുഃഖത്തിനോ സങ്കടത്തിനോ അവകാശമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കുർബാനയിലെ ഈശോ അത് ചുമ്മാ അല്ലേ, അത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥമായ ഈശോയുടെ സാന്നിധ്യം എൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഈശോ എൻ്റെ കൂടെ. പിന്നെ നമ്മൾ ഭയത്തിന് അല്ലേ, നിരാശയ്ക്കോ സങ്കടത്തിനോ. അതുകൊണ്ടാണ് യേശയ്യാ പ്രവചൻ്റെ പുസ്തകം 41:10 നമ്മൾ എപ്പോഴും പറയുന്നൊരു വചനമാണ്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. അനാഥരായി ഞാൻ നിങ്ങളെ വിട്ട് കളയല, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈശോ കുർബാന സ്ഥാപിച്ചെന്നുകൊണ്ടോ ശിഷ്യന്മാരെ വിട്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ ശിഷ്യന്മാരോടുള്ള അഗാധമായ സ്നേഹം. ഈ സ്നേഹം ഈശോയ്ക്ക് നമ്മളോടും. നമ്മുടെ കൂടെ ആരുണ്ട്? ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിരാശയ്ക്ക് സങ്കടത്തിന് വിഷമത്തിന് ഒന്നും അവകാശമില്ല. നമുക്ക് എഴുന്നേറ്റിരിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ വന്ന വഴികൾ, ജീവിത സാഹചര്യങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ, നിരാശ, ദുഃഖം, ഇനി മുന്നോട്ടെന്ത്, കൈവിട്ടുപോയ ചില സാഹചര്യങ്ങൾ, ആത്മഹത്യ പോലുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നുണ്ടാവാം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല,
ഞാനിതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സഹിക്കുന്നത്? ചെയ്യാത്ത തെറ്റ്, വല്ലാത്ത രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യാത്ത കാര്യങ്ങൾ, അപവാദങ്ങൾ പുറത്ത് പറഞ്ഞു നടത്തുമ്പോൾ ഈശോ ഇന്നത്തെ വചനങ്ങളിലൂടെ നമ്മളോട് പറയാണ്, മകനെ, മകളെ, നീ നിരാശപ്പെടരുത്, നീ ഭയപ്പെടരുത്, നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. കാരണം ഞാൻ നിന്റെ സമാധാനമാണ്. ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ, ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഈശോ എൻ്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ പുറത്തു നിന്നുള്ള ഒരു ഭയത്തിനും, ഒരു തിന്മയ്ക്കും, ഒരു പിശാചിനും നിന്റെ അകത്തുള്ള ഈ സമാധാനത്തെ എടുത്തു കളയാൻ ആവില്ല. കാരണം ഈ പിശാചിൻ്റെ മേലുള്ള അധികാരം, പിശാചിൻ്റെ മേലുള്ള ശക്തി, അത് നിന്റെ ഈശോ തന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മുടെ നടുവിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. കൂട്ടുവിടായിരിക്കാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായവനേ, യേശുനായകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത, നിത്യപിതാവേ. കരങ്ങൾ വീശി നമുക്ക് പാടാം. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത, നിത്യപിതാവേ.
ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ നിത്യപിതാവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എൻ്റെ ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുർബാനയിലെ ഈശോ, സത്യദൈവമേ, ജീവിക്കുന്നവനായ ദൈവമേ, നിന്റെ ശക്തി ഈ കൂട്ടായ്മയുടെ മേൽ നീ വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പിന്നെ ഞങ്ങൾ കുർബാനയിലെ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നറിയില്ല. ഏത് വികാരത്തോടെ നിന്റെ മുമ്പിൽ ഇപ്പൊ ചെലവഴിക്കണമെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഈശോ, ഞങ്ങളെ നീ സഹായിക്കണം. ഈശോ, ഈശോയെ, ഞങ്ങൾ ശരിക്കും വല്ലാത്ത സങ്കടങ്ങളിലാണ്. ഈശോ, സത്യമായ ഈശോയെ, ജീവിക്കുന്നവനായ ഈശോയെ, കുർബാനയായ ഈശോയെ, ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഒരു സ്പർശനം ഞങ്ങൾക്ക് നീ തരാവോ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കുർബാനയിലെ ഈശോ, ഇതിൻ്റെ അകത്ത് മുട്ടുകുത്തി നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിന്റെ കൃപ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ അകത്ത് വന്നിരുന്ന് കുർബാനയിലെ ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വണങ്ങുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മേൽ ഈശോയെ നിന്റെ കൃപകൾ, നിന്റെ കുർബാനയുടെ ശക്തി കർത്താവേ നീ ഈ കൂട്ടായ്മയിലേക്ക് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾ വല്ലാത്ത സങ്കടത്തിലാണ്. ഈശോയെ, ഞങ്ങൾ വല്ലാത്ത പിടിവിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുർബാനയിലെ ഈശോ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഈശോയെ നീ ഒന്ന് വരണം. നീ തൊടാതെ, നീ നിയന്ത്രിക്കാതെ, നീ ശക്തി തരാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനാവില്ല. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ അകത്ത് കിടന്ന് തിളച്ചു മറിയുന്ന ആവലാതികളുടെ മേൽ, സങ്കടക്കടലുകളുടെ മേൽ കർത്താവേ നിന്റെ ആശ്വാസത്തിന്റെ കിരണം, നിന്റെ സമാധാനത്തിന്റെ കൃപ ഈശോയെ നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒന്ന് ആശ്വസിപ്പിക്കാവോ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയെ നീ ഒന്ന് തൊടാവോ. ഈശോ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒന്ന് ആശ്വസിപ്പിക്കാവോ, ഒന്ന് തണുപ്പിക്കാവോ എന്ന് ഞാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മേൽ നീ അളവില്ലാത്ത വിധത്തിൽ അത്ഭുതകരമായി ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്റെ ശക്തി, നിന്റെ സാന്നിധ്യം, നീ ജീവിക്കുന്നവനാണെന്ന്
ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവരിലേക്ക്, സങ്കടപ്പെട്ട് വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈശോയെ ഈ കുർബാനയിൽ നിന്ന് നിന്റെ ശക്തി ഇപ്പോൾ നീ ചൊരിയണമേ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിശ്വാസത്തോടെ, ദാഹത്തോടെ, എളിമയോടെ ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് വേണ്ടി, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുർബാനയിലെ ഈശോ ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയാസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയാസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിനെന്ന് പറഞ്ഞ ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നീ ഞങ്ങളുടെ സമാധാനമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക് സമാധാനം, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ഈശോ സമാധാനം നീ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ഈശോ. ഞങ്ങളുടെ ലോകത്തിന്റെ ഐശ്വര്യങ്ങളോ സമൃദ്ധിയോ ലോകത്തിന്റെ അത്ഭുതമോ അല്ല ഇപ്പൊ ചോദിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അകത്തൊരല്പ സമാധാനം തരണം. ഞങ്ങളുടെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ, അസമാധാനത്തിന്റെ, ശത്രുതയുടെ, വിഷമങ്ങളുടെ, കർത്താവേ ഭയത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ ദുഷ്ടാരൂപികളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ തൂത്തെറിയണം ഈശോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട കൃപകൾ നീ തരണം. എത്ര പണം ഉണ്ടായിട്ടും, എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും സമാധാനം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ സമാധാനമാണ്. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ എളിമയോടെ യാചിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ദേശത്തിന്, ഈ നാടിന്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്, ഞങ്ങളുടെ കുടുംബത്തിന് ഈശോ നീ സമാധാനം വർഷിക്കണം. നീ കുർബാനയിലൂടെ ഞങ്ങൾക്ക് ആശംസിച്ച്, നീ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നുവിടുന്ന ഈ സമാധാനം അത് അനുഭവിക്കാനുള്ള ഒരു കൃപ, നീ തന്നുവിടുന്ന സമാധാനം അത് ഹൃദയത്തിന്റെ അകത്തെ ഒരു ചെറിയ തണുപ്പ് തിരിവട്ടം പോലെ ഈശോ ഈ സമാധാനം അനുഭവിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് ഇടവരുത്തണം. മലയിൽ കൊല്ലപ്പെട്ടൊരു കുഞ്ഞാടേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമായൊരു ഭോജ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കാൽവരി മലയിൽ കൊല്ലപ്പെട്ടൊരു കുഞ്ഞാടേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമായൊരു ഭോജ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 സ്തുതി സ്തോത്രം. ആരാധന 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 സ്തുതി സ്തോത്രം. നമുക്ക് കരങ്ങൾ യാതനാപൂർവ്വം പിടിക്കാം. ഈ സമയത്ത് ഞാൻ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ മക്കളുടെ മേൽ കെട്ടിട്ടിരിക്കുന്ന സർവ്വ ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൂട്ടായ്മയുടെ മേൽ
ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ, ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള ഭയം നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ കുർബാനയുടെ ശക്തിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മേലുള്ള നിരാശ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ മേലുള്ള ആത്മഹത്യാ ചിന്തകൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കെട്ടിട്ടിരിക്കുന്ന ഡിപ്രഷൻ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറക്കക്കുറവ് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഈശോയുടെ സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള ഭിന്നിപ്പിന്റെ അരൂപി, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള ശത്രുതയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കുർബാനയുടെ ശക്തിയാൽ ഈശോയെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം, ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിന് സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കും. ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മൾ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുള്ളൂ. സർവ്വതും മറന്ന് ഈശോയെ ഇതിൻ്റെ അകത്തുള്ള സമാധാനം, ഈശോ എനിക്ക് കുർബാനയിലൂടെ കുർബാനയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ഈ സമാധാനം, സന്തോഷം അതെൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ഈശോ നീ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ അതിൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യങ്ങളും സാത്താൻ്റെ സർവ്വകെട്ടുകളും സാത്താൻ്റെ സർവ്വസ്വാധീന വലയങ്ങളും ഈ കുർബാനയുടെ ഈശോയുടെ ശക്തിയാൽ നിർവീര്യമാകാൻ വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിനെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ, കണ്ണുകളടച്ച് ഉച്ചത്തിൽ ദാഹത്തോടെ മാലാഖമാരുടെ വിശുദ്ധരുടെ സാന്നിധ്യത്തോടെ ജീവിക്കുന്ന ഈശോ, ഇന്നും ജീവിക്കുന്ന ഈശോ, ഇന്നും എന്നെ തൊടുന്ന ഈശോ, ഇന്നും എനിക്ക് അനുഗ്രഹം തരുന്ന ഈശോ, ഇന്നും എനിക്ക് സൗഖ്യം തരുന്ന ഈശോ, ഇന്നും എനിക്ക് സമാധാനം തരുന്ന ഈശോ തൊടണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നു കുഞ്ഞേ, നീ എത്ര കുറവുണ്ടേലും ഈശോ
യേശുവിൻ സ്നേഹം സഹിക്കും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമോന്നതപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്ന് മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ.